ഒന്നാമത്തെ ഇനം അനുവദനീയമായ ഇനം. എന്തുകൊണ്ട് ടി പി പറഞ്ഞുവെന്നല്ലേ? എന്തുകൊണ്ട് വിചിന്തനത്തിൽ എഴുതിയെന്നല്ലേ? NV സാലിമും അബ്ദുൽ ജബ്ബാർ മദീനിയും തയ്യാറാക്കിയ പ്രബന്ധത്തിൽ സിയാനത്തുൽ ഇൻസാൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുന്നു, അനുവദനീയമാണ് ജിന്നിനോടുള്ള സഹായം തേടൽ. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തെ യാ ഇബാദല്ലാഹുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് NV സാലിമും സംഘവും പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന്. പിന്നെ ഇത് ഏകദേശം 44 പേജിന്റെ ശേഷം അനുബന്ധം പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ എഴുതിയിട്ടുള്ളത് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള, NB മുഹമ്മദ് സാലിം, റാഷിദ് ബിൻ ഖലീൽ. പിന്നെ KNM ഹക്കിനോടൊക്കെ കുറച്ചൊക്കെ താല്പര്യമുണ്ട്, പഠിച്ചോനെ പേടിയുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വാശി വെക്കാനുള്ള സംഘടനാ പക്ഷപാതിത്വമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോട് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഈ സംഘടനാ പക്ഷപാതം തലയിൽ കയറി പിന്നെ KNM എന്ത് പറഞ്ഞാലും അതൊക്കെ ദീനം വിചാരിച്ച് നടക്കുന്ന ആളുകളോടല്ല, പരലോകബോധമില്ലാത്തവരോടല്ല. ഇത് എഴുതിയ ആൾക്കാരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രബന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരിവിടെ കായക്കൊടി പറഞ്ഞെന്താ? കായക്കൊടി അനുവദനീയമാണ് എന്നാണ് സാലിം സംഘം പറഞ്ഞത്. യഥാർത്ഥത്തിൻ്റെ അവസാന ഭാഗം ഞാൻ ചോദിക്കാം. ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ ഷിർക്കാണ് എന്നും ഷിർക്കിലേക്കുള്ള വഴി അടക്കുവാൻ അത് അനുവദനീയമല്ല എന്നും ലജിൻ്റെ ഫത്വയിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഷിർക്കായ സഹായത്തേട്ടത്തെക്കുറിച്ചാണ്. ഷിർക്കൊന്നും മൊത്തത്തിലുള്ള സഹായം ചോദിക്കൽ ഷിർക്കിലേക്കുള്ള വഴിയായതിനാൽ അത് അനുവദനീയമല്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കുള്ള വഴിയായതുകൊണ്ട് അത് അനുവദനീയമല്ല. ദുആ ഇല്ലാത്ത അത് അനുവദനീയമല്ല. ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷിർക്കിന് സ്ഥാനത്തും തന്നെ അനുവദനീയമല്ല. ഇതുണ്ടെങ്കിലും ഷിർക്കാണ്. ഷിർക്കല്ലാത്തത് അഥവാ പിന്നെ ദുആ ഇല്ലാത്തത് അത് അനുവദനീയമല്ല എന്നതാണ് ഇതിൽ അവരുടെ നിലപാടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവസാനം ഇത് മാത്രമല്ല, ഇതിലെന്താ വെച്ചാൽ പിന്നെ ഇതിന്റെ അനുവദനീയം എന്ന് പറഞ്ഞ ആളുകളുടെ കൗലും കൊടുത്തിട്ടുണ്ട്, അനുവദനീയം ഇല്ല എന്ന് പറഞ്ഞ ആളുടെ കൗലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുടെ കൗലും മാത്രം എടുത്തിട്ട് അതിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞാണ് ഇവർ സ്ഥിരപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ അടുത്തയാൾ പ്രസംഗിച്ചതാണ്. ഈ അടുത്ത് പ്രസംഗിച്ചപ്പോൾ NV സാലിംക്കയുടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കുടുംബം ചെയ്യുന്ന സേവനം നമുക്കാർക്കും സ്മരിക്കാൻ കഴിയില്ല. അപ്പം അദ്ദേഹം ഈ പ്രസംഗം പിന്നെ കേട്ടു. ഹനീഫ് കായക്കൊടി ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം നേരിട്ട് തന്നെ ഈ പ്രബന്ധത്തിൻ്റെ കോപ്പിയും ഇതിൽ പിന്നെ ഈ പറയുന്ന ഭാഗങ്ങളും ഹനീഫ് കായക്കൊടിക്ക് നേരിട്ട് അയച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വോയിസ് ഇട്ടുണ്ട് ഹനീഫ് കായക്കൊടിക്ക്. ഞാൻ ഈ വിഷയം സാലിംക്ക് സംസാരിച്ചപ്പോൾ സാലിംക്ക് എനിക്ക് വോയിസ് ചെയ്യുന്നു. ഇത് ഞാൻ പ്രശ്നപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരലോകബോധമുള്ള KNMകാരും എല്ലാ ആൾക്കാരുണ്ടെങ്കിൽ ആ സാലിം ഖാൻ്റെ വോയിസ് ഒന്ന് കേൾക്കണം, നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. ഹനീഫ, ഇത് NV സാലിമാണ്. ഈ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറക്കിയത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പിന്നെ എന്നാ ഇറക്കിയൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ അടുത്ത് കേട്ട്. അതായത് ആ പ്രബന്ധത്തെ സംബന്ധിച്ച് പ്രബന്ധത്തിൽ 2 അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ സ്ഥിരപ്പെടുത്തിയത് ജിന്നിനോടുള്ള സഹായം ചോദിക്കലെല്ലാം ഷിർക്കാണ് എന്നാണ് എന്ന് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഈ പ്രബന്ധത്തിൽ ഇത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ 2ാമത്തെ പേജിൽ അതിൻ്റെ ഖുലാസ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയൂടെ എനിക്ക്. അതിൻ്റെ തീം തന്നെ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ, സൃഷ്ടികളോട് ചോദിക്കുന്ന പോലെയുള്ള സഹായം ചോദിക്കൽ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഹറാമാണ്, ഷിർക്കല്ലാത്ത ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഇതിൽ അനുവദനീയം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഒരു ഉദാഹരണത്തിന് ഉദ്ധരണി കൊടുത്തതാണ് അതിൽ അവിടെ വായിച്ചത്. അതിവിടെ ഞങ്ങൾക്ക് അനുവദനീയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ധരണിയല്ല. 2ാമത്തെ പേജിൽ അത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമാണ് എന്നുള്ള നമ്മളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അതിൽ കാണാൻ സാധിക്കും. എന്നാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ
പൂർവികരായ ഒരൊറ്റ പണ്ഡിതനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് അതിൽ ആ പ്രബന്ധത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് ഒന്നുകിൽ ആ പ്രബന്ധം വായിച്ചാളാ മുഴുവൻ, അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ പേജെങ്കിലും ഒന്ന് വായിച്ചാളാ, എന്നിട്ട് ഈ പറഞ്ഞത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞാളെ ജനങ്ങളോട്. ഇല്ലെങ്കിൽ ഇത് മഹ്ശറിക്ക് ബാക്കി കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് കിടക്കുന്നുള്ള പരലോകബോധമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ആ രണ്ടാമത്തെ പേജിൽ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഈ വിളി ഷിർക്കാണ് എന്ന് അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറിച്ച് ഇത് ഷിർക്കിലേക്കുള്ള വഴിവെക്കും എന്ന കാരണത്താൽ അത് വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയകമായി വന്ന എല്ലാ ഹദീസുകളും ദുർബലമായതിനാൽ അതുകൊണ്ട് അമലെടുക്കൽ അനുവദനീയമല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അമലെടുക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ ഇത്ര വളരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പേരിൽ പോലും ഈ ആളുകൾ എന്ത് ചെയ്യുന്നു? കളവ് പറയുന്നു. പിന്നെ ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാന്റെ കിതാബിൽ തിരിമറി നടത്തുന്നതിന് നമുക്ക് എന്തില്ല, അത്ഭുതമില്ല എന്നാണ് ഈ വിഷയത്തിൽ പറയാറുള്ളത്.